സൂത്രവാക്യം ഷൈൻ ടോം ചാക്കോ വിൻസി അഭിനയിച്ച സൂത്രവാക്യം OTT വന്നിട്ടുണ്ട്. ലയൻസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യണത്. യൂഷ്വലി ആമസോൺ നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മനസുഖമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കടിച്ചാ പൊട്ടാത്ത എള്ളുണ്ടൊക്കെ ഇടുന്ന പേര് പോലെ ഉണ്ട്. എനിവേയ്സ്, എവിടെ മലയാളം സിനിമ ഉണ്ടോ അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവും. ഈ സിനിമയ്ക്കും കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും ഗാഢമായി കടന്നു ചെല്ലാൻ പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ടാണ് നമ്മളെ പോലുള്ള പാവപ്പെട്ടവരൊക്കെ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞത്. ഇതൊരു ത്രില്ലർ പടം കേട്ടോ. ഈ തുടക്കത്തിലെ ഫീൽ ഗുഡ് എലമെന്റ്സ് ഒന്നും കണ്ടിട്ട് ഫീൽ ഗുഡ് ആണ് വിചാരിക്കരുത്. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു നൈസ് പടം. പക്ഷെ കിടിലം പടം, വൻ പടം, വേറെ ലെവൽ പടം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി, നല്ല പടം. സോ ഷൈൻ ടോം ചാക്കോനെ പറ്റി പറഞ്ഞിട്ട് വേറെ ആരെ പറ്റിയിട്ടും പറയുള്ളൂ. അങ്ങേരുടെ പടം സാധാരണ കാണാൻ എനിക്ക് സബ് ടൈറ്റിൽ വേണം. അങ്ങേര് പറയുന്നത് ഒരു വസ്തു മനസ്സിലായിണ്ടാവില്ല. പാറപ്പുറത്ത് ചിരട്ടിട്ട് ഉരയ്ക്കുന്ന പോലെ ഇങ്ങേര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. അവസാനം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സ്യൂട്ടബിൾ ഫ്രേസസ് പോലെ നമ്മൾ തിരികെ കൊടുക്കേണ്ടി വരും. ഗ്യാപ്പ് ഒക്കെ ഫിൽ ചെയ്ത് പോണ്ടി വരും. പക്ഷെ ഇതില് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ആൻഡ് നൈസ് പെർഫോമൻസ് ആയിരുന്നു. ആള് റീസെന്റ് ആയിട്ട് ഇന്റർവ്യൂവിൽ പറയണ്ടായി, അതായത് റീഡബ് ചെയ്തു കുറെ പടത്തിനൊക്കെ. അത് ഈ ലിസ്റ്റിൽ ഈ പടം വരുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി നന്നായി ഇഷ്ടമായി. പക്ഷെ ഷൈൻ ടോം ചാക്കോ ഒരു കിഡു ആക്ടർ ആണെന്നുള്ളതിലൊന്നും ഒരു ഡൗട്ട് ഇല്ല. അതിലൊന്നും ഒരു സംശയവും ഇല്ല. അതിന്റെ ഏറ്റവും വലിയ റീസെന്റ് എക്സാമ്പിൾ ഡാക്കു മഹാരാജാണ്. ഒരു ബാലയ്യ പടത്തിൽ ഓർക്കണം, ബാലയ്യ പടമാണ്. അവിടെ പോയി